എൻ്റെ പേര് നിമിഷ. ഞാൻ എൻ്റെ ഈ ചാനലൊന്ന് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ അതൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാണത് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് കൂടി ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്തു തരുന്നത് എനിക്ക് സന്തോഷമായിരുന്നു. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ നിങ്ങളൊക്കെ ഞാൻ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെന്താ, എൻ്റെ കുറേ കുറവുകളുണ്ട്. ഇപ്പം ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് പറയുന്നതും ഒക്കെ ചിലപ്പോൾ തെറ്റുകളൊക്കെ സംഭവിക്കാറുണ്ട്. എങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊന്ന് ഒരു ബോറടിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ എൻ്റെ ചാനലൊന്ന് തുറന്ന് നോക്കുമ്പോൾ കുറച്ച് ചിരിക്കാനും എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ ഉണ്ടായിരിക്കും ഇല്ലേ. അതുകൊണ്ടാണ് ഞാനത് തുടങ്ങിയത് തന്നെ. ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് പിന്നിൽ എൻ്റെ മകളാണ് മെയിനായിട്ട്. ഞാനും അത്ര ആഗ്രഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ചാനൽ മുന്നിൽ തുടങ്ങി വെച്ചിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആവണു, നമുക്കൊരു ഡിപ്രഷൻ അടിക്കുക അങ്ങനെയൊക്കെ വരില്ലേ. നമ്മൾ തന്നെ ഇരിക്കുക, നമുക്കും മുന്നിൽ ഇടപെടില്ല. ഹൗസ് വൈഫ് ആണെങ്കിലും നമ്മുടേതായ ഒരു ഇത് വരുന്നില്ല എന്ന് തോന്നി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നേരം പോക്ക് വേണമെന്ന് വിചാരിച്ചപ്പോഴാണ് എന്നാൽ ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഇങ്ങനെ കുറച്ചൊക്കെ കണ്ടൻറ്റുകളൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചത്. ഞാൻ മുഴുവൻ അങ്ങോട്ട് ശരിയായിട്ടുണ്ടോ ചോദിച്ചാൽ ആയിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാണ്. പിന്നെ അവർ പറയുന്ന പോലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം, അങ്ങനെ അതൊക്കെ ഞാൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അതിനുള്ള സാമഗ്രികളൊന്നും അധികം ഉണ്ടാവില്ലല്ലോ. പിന്നെ നമ്മൾ തുടങ്ങുമ്പോഴേക്കും തന്നെ നമ്മൾ ആദ്യം പോയി ഇത് വാങ്ങാനും പറ്റില്ല. നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോഴേക്കും നമ്മളതിൻ്റെ എല്ലാ ഐറ്റംസും വാങ്ങിച്ചു കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ, നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരു വലിയ കാര്യമാണല്ലോ. എന്ത് പ്രവൃത്തിയും ചെയ്യാൻ പോകുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. ഞാനിത് ഒരാഴ്ചയ്ക്കാണോ ചെയ്യണേ, അത് 2 ആഴ്ചയ്ക്കാണോ ചെയ്യണേ, അല്ല 3 മാസം കഴിഞ്ഞിട്ടും ഞാൻ ഇതേ ഫോമിൽ ഇതേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ ഞാൻ ഓക്കെ ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നെ ഒരു സുഹൃത്ത് ഉപദേശിച്ചതാണിത് ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പ്രവൃത്തികൾ തുടങ്ങി വെച്ചത് നിർത്തിക്കളയും. പക്ഷേ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നതെന്ന്, ഇപ്പോൾ ചെയ്യും, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, അടുത്ത ആഴ്ച ചെയ്യും, പക്ഷേ 3 മാസം കഴിഞ്ഞിട്ടും ഇതേപോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഏത് വർക്ക് ആയിക്കോട്ടെ, നിങ്ങളെടുക്കുന്ന പ്രോഗ്രാം കുക്കിംഗ് ആണോ അങ്ങനെ ഏതാണെങ്കിലും നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റായിട്ടുള്ള ഒരു നിങ്ങളുടെ മെത്തേഡും അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ കറക്റ്റായി എന്ന് പറയാമെന്ന്. അപ്പോൾ തൊട്ട് ഞാൻ ചിന്തിച്ചു തുടങ്ങി അത് കറക്റ്റാണല്ലോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്